അസ്സലാമലൈക്കും. പിന്നെ എല്ലാവരും രാത്തലോ ഞങ്ങൾ ഈ വീഡിയോ ആക്കുന്നത് നല്ല നല്ല പിസേന് വാങ്ങേണ്ടത് എല്ലാവരും ഈ വീഡിയോത്തിനെ പൂർത്തി നോക്കണം. പിന്നെ ബില്ലൊക്കെ റെഡ് ബില്ലൊക്കെ പുല്ല എല്ലാവരും ഷെയറാക്കണം. എന്തേടാ ചെറുപ്പക്കാരാ ചിന്തിക്കാത്തത്? ആര് കണ്ടില്ലെങ്കിലും അല്ല കാണുന്നുണ്ടല്ലോ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഇത് വെറുതെ പറയുന്നതല്ല. കണ്ണുകുടിക്കുന്ന ചെറുപ്പക്കാരാ, ആരും കാണാതെ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്ന പെങ്ങളെ, കാമുകന്റെ ബൈക്കിന്റെ പുറകിൽ ഫർദയിട്ടുകൊണ്ട് തലയിൽ അതാ ഹെലിമറ്റും എടുത്ത് വെച്ചുകൊണ്ട് കറങ്ങുന്ന പെങ്ങളെ, ആര് കണ്ടില്ലെങ്കിലും അല്ല കാണുന്നുണ്ടല്ലോ. അല്ലാഹു സാക്ഷിയാണല്ലോ. നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ അതിനെക്കുറിച്ച് മറുപടി പറയണമല്ലോ. എന്തേ ചിന്തിക്കാത്തത്? ചിരിച്ചും കളിച്ചും ആസ്വദിച്ചുകൊണ്ടിങ്ങനെ ജീവിച്ചാ എന്റെ കബറിന്റെ മുകളിൽ നിങ്ങൾ മുന്തിരിയുടെ വള്ളി നടണം. എന്തിനാണെന്നറിയോ? ആ മുന്തിരി വള്ളി അവിടെ ഇരുന്ന് വളർന്നു കഴിഞ്ഞാൽ അതിന്റെ വേരുകൾ എന്റെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരുമല്ലോ. ആ കള്ളിന്റെ രസം എനിക്ക് കിട്ടുമല്ലോ. മരിച്ചാൽ പോലും കബറിന്റെ മുകളിൽ മുന്തിരി വള്ളി നടണമെന്ന് പറഞ്ഞു കൊടുത്ത പിതാക്കന്മാര്, അല്ലാഹുവേ, അവർക്ക് യുദ്ധം ചെയ്യാൻ കാരണങ്ങൾ വേണ്ട, അവർക്ക് യുദ്ധമുണ്ടാക്കാൻ ഒരു വിഷയവും വേണ്ട. അന്യവന്റെ പറമ്പിൽ കയറി ഒരു ഒട്ടകം പുല്ല് തിന്നതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തവര്, അങ്ങനെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമുദായമുണ്ടല്ലോ, അവർ അല്ലാഹുവിന്റെ ഖുർആനനുസരിച്ച് ജീവിച്ചപ്പോ, അവർ അല്ലാഹുവിന്റെ പ്രവാചകന് പറയുന്നത് പോലെ ജീവിച്ചപ്പോ അവരാരായെന്നറിയോ? 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ആരായെന്നറിയുമോ? റളിയല്ലാഹു അൻഹും വറളൂ അൻഹും. അസ്സലാമലൈക്കും. പിന്നെ എല്ലാവരും രാത്തലോ ഞങ്ങൾ ഈ വീഡിയോ ആക്കുന്നത് നല്ല നല്ല പിസേന് വാങ്ങേണ്ടത് എല്ലാവരും ഈ വീഡിയോത്തിനെ പൂർത്തി നോക്കണം. പിന്നെ ബില്ലൊക്കെ റെഡ് ബില്ലൊക്കെ പുല്ല എല്ലാവരും ഷെയറാക്കണം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, പെൺമക്കളെ വളർത്തേണ്ടത് ആൺമക്കളെ വളർത്തുന്നത് പോലെയല്ല. അവരെ പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് പരിഗണിക്കൂ. അവർക്ക് അല്ല ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ. അത് പള്ളിയിലെ ഖതീബിന്റെ ജോലിയല്ല, മദ്രസയിലെ ഉസ്താദന്മാരുടെ പണിയല്ല. ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിനക്കാണ്. അല്ല ആരാണ്? മുത്തുനബി ആരാണ്? പരിശുദ്ധമായ ദീനെന്താണ്? പടച്ചവനെ നിന്റെ മക്കൾക്ക് ഇങ്ങനെ ഓരോന്നായി പഠിപ്പിച്ചു കൊടുക്കൂ. ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും മുസ്ലിമേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ പൊന്നാര മകൾക്ക് ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ പെൺമക്കളുടെ നടത്തം കണ്ടിട്ടുണ്ടോ? അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്വഭാവങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സങ്കടം തോന്നുകയാണ്. വാപ്പാ, മക്കള് ചോദിക്കുമ്പോ തന്റെ പൊന്നാര മകള് തലമറയ്ക്കാതെ നടക്കുന്നുണ്ട്. തിരുത്തി കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ല. പൊന്നാര മക്കൾ ഇറങ്ങിയ വസ്ത്രം ധരിച്ചു, ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിച്ചു കൊണ്ട് നടക്കുന്നുണ്ട്. തിരുത്താൻ നിനക്ക് സമയമില്ല. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവര്, ഏറ്റവും നശിച്ചവര് 3 വിഭാഗമാണ്. അല്ലാഹു അവരോട് കരുണ കാണിക്കില്ല, അവരുടെ മുഖത്ത് നോക്കാറില്ല, അവരോട് സംസാരിക്കില്ല, അവരോട് ഒരു പരിഗണനയും അല്ലാഹു കാണിക്കില്ല. മുത്തുനബി എവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആരാണ് നബിയേ, ആരാണ് നബിയേ? 3 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? തന്റെ ഭാര്യയും തന്റെ പെൺമക്കളും അതാ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ നിസാരമായി തള്ളിക്കളയുന്ന വാപ്പാ, നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ വിചാരിച്ചോ ഒറ്റയ്ക്ക് അങ്ങ് പോകാന്ന്? ഇത്തഖുല്ലാഹ ഫിന്നിസാ, റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം അല്ലാഹുവിനെ. അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നാളെ നീ നിസ്കരിച്ചതിനെ കുറിച്ച് മാത്രമല്ല, നിന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് നാളെ അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി
ഈമാനെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുവോ? മുസ്ലിം പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനത്തവളെന്നറിയുവോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ഒരു പെണ്ണിനെയും തന്റെ ഭർത്താവിനെയും ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ ഖുറൈശികളെട്ട് തല്ലിച്ചതക്കുകയോ. തന്റെ പൊന്നാര മകൻ മുമ്പിൽ നിൽപ്പുണ്ട്. ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റി പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ചെയ്ത തെറ്റെന്തെന്നറിയുവോ? അവർ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നത് കൊണ്ടോ. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അമ്മാർ യാസിർ പടച്ചവരെ ഈ കുടുംബത്തെ മുഴുവനും തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് ചെയ്തിട്ടും അവർ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരാതെ വന്നപ്പോ എന്തേ ചെയ്തതെന്നറിയുവോ? സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണു മുന്നിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈകാലുകൾ കെട്ടുകയാണ്. എന്നിട്ട് തലകീട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കകത്തേക്ക് ഇറക്കി നിർത്തുകയോ. ഒരു പച്ച മനുഷ്യര് ആടിക്കത്തുന്ന തീക്കകത്തിങ്ങനെ അതാ തലകീഴായി കെട്ടി നിർത്തിയിരിക്കുകയാണ്. പടച്ചവരെ അവിടെ നിന്ന് പച്ച ഇറച്ചി കത്തുകയാ. മുഖത്തുകൂടെ തലയിലെ മുടിയിലൂടെ പടച്ചവരെ തീ ഇങ്ങനെ ശരീരം മുഴുവനും ഇങ്ങനെ പടരുകയാണ്. മരണപ്രാളത്തിൽ കിടന്ന് കരയുകയോ. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് റബ്ബേ തീക്കകത്ത് കിടന്ന് മരണപ്രാളത്തിൽ കരയുമ്പോ സഹിക്കാൻ കഴിയാതെ ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീയിൽ നിന്ന് വെളിയിലേക്ക് തെള്ളിയിടുകയോ. മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. ശരീരത്തിലെ തീ മുഴുവനും അണഞ്ഞു. പടച്ച റബ്ബേ ഈ എല്ലുകൾ വെളിയിൽ കാണുകയോ. എല്ലുകൾ വെളിയിൽ കാണുകയോ. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കടന്നു വരികയാണ്. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സുമയ്യ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാ സുമയ്യ. തോറ്റുകൊടുക്കല്ലേ സുമയ്യ. അല്ലാഹുവിന്റെ ദീനിനെ വലിച്ചെറിയല്ലോ. പ്രവാചകന് സ്വർഗത്തിലാണെന്ന് പറയേണ്ട താമസമുണ്ടല്ലോ. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞതെന്തെന്നറിയോ? ഇവന്മാര് നമ്മളെ കൊന്നാൽ, ഇവരെന്തൊക്കെ ദ്രോഹം ചെയ്താൽ പടച്ചറപ്പിന്റെ ദീനിനെ വലിച്ചെറിയല്ലേ? നമ്മളൊക്കെ മുസ്ലിമീകളോ, നമ്മള് സ്വർഗത്തിലോ? അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. മരണത്തോട് മല്ലടിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് വിളിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ധൈര്യം ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു പഠിപ്പിച്ച കമ്പിയെടുത്തിട്ട് സുമയ്യ ബീവിയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ അവിടെ നിന്ന് കുത്തിയിറക്കുകയാണ്. വയറ് തുളച്ചിട്ട് കമ്പി വെളിയിൽ വന്നു. അബൂജഹൽ സുമയ്യാനെ ചവിട്ടി തറയിലേക്ക് ഇടുകയാണ്. അല്ലാഹുവേ, മരണത്തോട് മല്ലടിക്കുമ്പോഴും സുമയ്യ വിളിച്ച് പറഞ്ഞു, അല്ലാഹു വഹദ്. ആ കിടപ്പിലും കിടന്ന് പറഞ്ഞു, അല്ലാഹു വഹദ്. അബൂജഹൽ കഴുത്തിനകേറ്റ് അതാ തന്റെ കാലെടുത്ത് ചവിട്ടുകയാണ്. സുമയ്യ ബീവിയുടെ തല മണ്ണിനകത്തേക്ക് ചവിട്ടി താഴ്ത്തുകയോ. അപ്പഴും വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. അബൂജഹലിനെ സഹിച്ചില്ല. പിടിച്ചു മലർത്തി കിടത്തിയിട്ട് ഒരു പഠിപ്പിച്ച കമ്പിയെടുത്തിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് കുത്തിയിറക്കുകയാ. എന്നിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്. ഈമാൻ എന്ന് പറഞ്ഞാലെങ്ങനോ, ഈമാൻ എന്ന് പറഞ്ഞാലെങ്ങനോ. ഇതുപോലെ ഒരു ഈമാവേടോ, ഇതുപോലെ ഒരു ഈമാവേടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ ആ മനുഷ്യന്റെ ഈമാൻ അല്ലാഹു ഉറപ്പിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിൾ എടുത്ത് പകുതി കഴിച്ചു, അതും പട്ടിണി കിടന്ന് തളർന്നു കിടക്കണ സമയത്ത്. അതിന്റെ പൊരുത്തം ചോദിക്കാൻ ദിവസങ്ങളോളം സഞ്ചരിച്ച് അവസാനം ചെന്നപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ മകളെ നീ വിവാഹം കഴിക്കണം, അതിനും ഞാൻ റെഡിയാ, എനിക്ക് പൊരുത്തം മതി. അവിടെ നിന്ന് കല്യാണമെല്ലാം കഴിച്ചു. രണ്ടുപേരും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരായിരുന്നു, വാപ്പായും ഉമ്മായും. അവര് രണ്ടുപേരും കൂടെ കൃഷി അങ്ങോട്ട് ഇറക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് രണ്ടുപേരും കൂടെ കുടുംബജീവിതം നടത്തി. അള്ളാഹു അവർക്കൊരു മോനെ കൊടുത്തു, അള്ളാഹു അവർക്കൊരു നല്ല മകനെ കൊടുത്തു. ആ മകന്റെ പേരെന്തെന്നറിയുമോ? മഹാനായ ഇമാമുന അബു ഹനീഫത്തുൽ ഖൂഫി റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഇമാം അബു ഹനീഫ തങ്ങള് ആ ഉമ്മായ്ക്കും വാപ്പായ്ക്കും ജനിച്ച മകനായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങള് വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, അല്ലാഹുവേ, എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പ്രായമായത് കാരണം എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഖലീഫയായ ഉമർ തന്റെ മക്കളോട് ചോദിക്കുകയാണ്, പണമില്ല, കുടുംബ മഹിമയില്ല, കൊട്ടാരമില്ല, ഒരു പാവപ്പെട്ട യതീമായ മകളുണ്ട്. അവളുടെ യോഗ്യത അവൾക്ക് അല്ലാഹനെ പേടിയാ, അവൾക്ക് അല്ലാഹനെ വല്ലാത്ത പേടിയാ. ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ മക്കളെ നിങ്ങൾ തയ്യാറാണോ? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, ഞാൻ തയ്യാറാ ബാപ്പാ, ഞാൻ തയ്യാറാ ബാപ്പാ. പഠിക്കടാ ചെറുപ്പക്കാരാ, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയുമോ? കോടാനുകോടി രൂപയുള്ളവനല്ല, കൊട്ടാരമുള്ളവനല്ല, ബെൻസുകാരുള്ളവനല്ല, ഗവൺമെന്റ് ജോലിയുള്ളവനല്ല, പെൻഷനുള്ളവനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയുമോ? അൽ മർഅത്തു സ്വാലിഹാ. അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ ലഭിക്കുന്നവനാണ്, അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ ലഭിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, പടച്ചവനെ, ഈ വഅദ് ലൈവായി കാണുന്ന ആയിരക്കണക്കിന് പാപങ്ങളുണ്ട് റഹ്മാനെ. അല്ലാ, നീ ആരും മറന്നാലും നീ അവരെ മറക്കല്ലേ പടച്ചവനെ. ആര് കൈവിട്ടാലും നീ അവരെ കൈവിടല്ലേ പടച്ചവനെ. കടമുള്ളവരുണ്ട് റഹ്മാനെ, ജോലിയില്ലാത്തവരുണ്ട് റഹ്മാനെ, വീടില്ലാത്തവരുണ്ട് റഹ്മാനെ, മക്കളില്ലാത്തവരുണ്ട് റഹ്മാനെ. പടച്ചവനെ, ദാരിദ്ര്യത്തിൽ പെട്ടുകിടക്കുന്നവരുണ്ട് റഹ്മാനെ, മനസമാധാനമില്ലാത്തവരുണ്ട് റബ്ബേ. നീ പരിഹരിക്കണേ അല്ലാ. നിനക്കെല്ലാം എളുപ്പമാണല്ലോ അല്ലാ. ഒരാളെയും നീ വെറും കയ്യോടെ മടക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, നീ അവരെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ, അവർക്ക് നീ പരിഹാരം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറഞ്ഞു, നീ നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നീ 4 കാര്യങ്ങൾ പരിഗണിക്ക്. ആ പെണ്ണിന് കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പയ്യന് സമ്പത്തുണ്ടോ എന്ന് നീ നോക്കണം, അവന് സൗന്ദര്യമുണ്ടോ എന്ന് നോക്കണം, കുടുംബ മഹിമ നോക്കണം, ദീൻ നോക്കണം. 4 കാര്യം നീ പരിഗണിക്കണം. മഹാനായി നബിയിന റസൂലുള്ളാഹി ഏതെങ്കിലും ഒരു തന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കലല്ല. നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് പുതിയാപ്പിളയുടെ യോഗ്യത, അവന് സമ്പത്തുണ്ടോ നോക്ക്, അവന് സൗന്ദര്യമുണ്ടോ എന്ന് നോക്ക്, അവന് കുടുംബ മഹിമയുണ്ടോ എന്ന് നോക്ക്, അവന് ദീനുണ്ടോ എന്ന് നോക്ക്. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, 4 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന നീ ദീനിന് കൊടുക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ സഹായം നിനക്ക് വേണോ? നീ സദഖ കൊടുക്കുക. അത് പള്ളിക്കെങ്കിൽ പള്ളിക്ക്, യതീംഖാനയ്ക്ക് യതീംഖാന, പാവപ്പെട്ടവരെങ്കിൽ പാവപ്പെട്ടവൻ, യാചകനെങ്കിൽ യാചകൻ, ആർക്കെങ്കിലും നീ ഒരു സദഖ കൊടുക്ക്. അള്ളാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ശിക്ഷകൾ നടത്തിക്കോ, തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുത്തോ, പക്ഷേ നിരപരാധികളെ ശിക്ഷിക്കരുത്. കുറ്റം ചെയ്യാത്തവനെ ശിക്ഷ കൊടുക്കാൻ പാടില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഒരു ഉറുമ്പിന്റെ വിഷയത്തില് കടിച്ച ഉറുമ്പിന് നീ ശിക്ഷ കൊടുത്തോ, കടിക്കാത്ത ഉറുമ്പിന് നീ ശിക്ഷ കൊടുക്കരുതെന്ന് ഒരു ഉറുമ്പിന്റെ വിഷയത്തിൽ പോലും നീതി കാണിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ നീതിപീഠങ്ങളുണ്ടല്ലോ, ഇന്നത്തെ കോടതികളുണ്ടല്ലോ, പടച്ചവനെ ചോദ്യചിഹ്നമായി ഇങ്ങനെ നിൽക്കുകയാണ്. അധികാരമുള്ളവന്, അതാ പണമുള്ളവന്, പവറുള്ളവന്, കഴിവുള്ളവന് അവന്മാരുടെ നോക്കിയിട്ട് നിയമങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുമ്പോൾ എത്രയോ പാവപ്പെട്ടവർ ജയിലറകളിൽ കിടക്കുകയാണ്. എന്ത് തെറ്റാണ് ചെയ്തതെന്നവർക്കറിയില്ല, അവർ നിരപരാധികളാണ്. പറയുന്ന പടച്ചവനെ തെറ്റുകാരനാണെന്ന് പറയുന്നവന് തന്നെ അറിയാ അവൻ നിരപരാധിയാണെന്ന്. കോടതിയിൽ ഇരിക്കുന്നവനറിയാ, ജഡ്ജിക്കറിയാ, വാദിക്കുന്ന വക്കീലിനറിയാ, പടച്ചവനെ എഴുതി കൊടുക്കുന്ന പോലീസുകാരനറിയാ, സർവർക്കും അറിയാം അവനൊന്നും ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ തെറ്റ് ചെയ്യാത്തവന്റെ ആയുഷ്കാലം മുഴുവനും ജയിലറയ്ക്കുള്ളിൽ അടച്ചിട്ടിട്ട് അവസാനം വിധികളൊക്കെ വിധിച്ചിട്ട് അവസാനം പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ആത്മകഥ എഴുതുമ്പോ ഞാനെടുത്ത തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞിട്ട് യാതൊരു നേട്ടവുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ കഥ പറഞ്ഞു കൊടുത്തിട്ട് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ തെറ്റ് ചെയ്തവന് ശിക്ഷ കൊടുത്തോ, തെറ്റ് ചെയ്യാത്തവന് ശിക്ഷ കൊടുക്കല്ലേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഭയപ്പെട്ട് ജീവിക്കുന്ന ചില വിശ്വാസികൾ, ഔലിയാക്കൾ, അള്ളാഹു നൽകുന്ന ഒരു ആദരവാണ് കറാമത്ത്. നമ്മളൊക്കെ ഔലിയാക്കന്മാരെ കുറിച്ച് പറയൂലേ, എടാ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുമ്പോ ചിലര് പറയില്ലേ, ചില ഉസ്താദന്മാരുടെ വാക്ക്, ചില ആൾക്കാരുടെ വാക്ക് വല്ലാത്ത അസറുള്ളതാ. അള്ളാഹു നമ്മുടെ വാക്കുകൾ അസറുള്ളതാക്കുമാറാകട്ടെ. ചില ആൾക്കാർ ചില കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതവർക്ക് തഴമ്പുണ്ടായിട്ടോ അല്ലെങ്കിൽ വലിയ ആൾക്കാർ അള്ളാഹുവുമായിട്ടൊരു അടുപ്പുണ്ടാകുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, കുഴപ്പമില്ല മോനെ, രോഗമൊക്കെ മാറി ഇൻഷാ അല്ലാഹ്, മതി, മരുന്നൊന്നും വേണ്ട. അതാണ് കറാമത്ത്. അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു ആദരവാണ്. ഇത് ചില സമയങ്ങൾ അസാധാരണ കാര്യങ്ങളിലൂടെ അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കും. അതാണ് ഈ ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പഠിക്കേണ്ട ഒരു ഗുണപാഠമാണ്. അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു അടിമയ്ക്ക് കൊടുക്കുന്ന ഒരു ആദരവാണ് കറാമത്ത്. ചിലപ്പോൾ അത് വെളിവാകും, ചിലപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ വെളിവാക്കി കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. പ്രൊഫൈല് കണ്ടിട്ട് മെസ്സേജ് എഴുതുന്ന ചങ്ങാതിമാർക്കൊക്കെ ഇത് വലിയൊരു പാഠമാണ്. പ്രൊഫൈല് കണ്ടിട്ട് പെണ്ണിന്റെ പേര് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചാറ്റിംഗ്, കോളിംഗ് ഒന്നുമില്ല, ചാറ്റിംഗ് മാത്രം. ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്യാം. പണ്ട് ആലപ്പുഴ ജില്ലയിലെ ഒരു പെണ്ണ് ഒരുത്തനുമായിട്ട് ചാറ്റിംഗ്, ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത് പ്രണയിച്ചു. അവസാനം ഒളിച്ചോടി വീട്ടിൽ ചെന്നപ്പോൾ അവന്റെ വീട്ടിൽ കക്കൂസ് പോലും ഇല്ല, തിരിച്ചു വന്നിറങ്ങി. ആലോചനയ്ക്ക് ചാറ്റിംഗ് എവിടേക്ക് എത്തുന്നു? ചതിയും വഞ്ചനയും വല്ലാതെ വർദ്ധിക്കുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. എത്രയോ പേര് കുടുങ്ങി പോകുന്നവരുണ്ട്. ഷാറൂഖ് ഖാന്റെ ഫോട്ടോയായിട്ടിരിക്കുന്നത്, അവസാനം പോയി നോക്കുമ്പോ പടച്ചവനെ കരിക്കട്ട തോറ്റുപോവാ. യഥാർത്ഥത്തിൽ ഇവനെ കാണുമ്പോ പ്രൊഫൈൽ ഇട്ടിരിക്കുന്ന ആരാ? മുടിയൊക്കെ വളർത്തി വലിയ ബെൻസുകാരന്റെ മുന്നിൽ നിൽക്കണ ഫോട്ടോയാ, ആരുടെ? ഏതോ. അവസാനം കാണുമ്പോഴത്തേക്ക് പടച്ചവൻ ഇങ്ങനെ നോക്കിയിട്ട് ആകാശഭൂമി നോക്ക, എന്താ സംഭവിക്കണത്? പണ്ടൊരു ചങ്ങാതി പറഞ്ഞതുപോലെ, വയനാട് ചെല്ലുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒരു പെണ്ണ് ബാഗും പിടിച്ചിട്ട് നിന്ന് കരയ്യ. വയനാട് ഒരു പെണ്ണ് നിന്ന് കരയ്യ. നോക്കുമ്പോ എന്താ, തലശ്ശേരിയിൽ നിന്ന് പോയതാ, പക്ഷെ പയ്യനെ കണ്ടപ്പോ പെണ്ണ് തന്നെ നിന്ന് കരയ്യ. എന്താ ചെയ്യണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളപ്പം ഞാൻ പറഞ്ഞു വന്നത്, സത്യം എത്ര ഒളിപ്പിച്ചു വെച്ചാലും ഒരു നാൾ ആ സത്യം പുലരുക തന്നെ ചെയ്യും. ലോകത്താരെങ്കിലും മരിക്കാതെ ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമായിരുന്നു. ആ പ്രവാചകൻ പോയല്ലോ, പിന്നെ നീ ആരാടാ? അല്ലാഹുവിന്റെ റസൂൽ പോലും വഫാത്തായെങ്കിൽ പിന്നെ നീ പോകേണ്ടവനല്ലേ? പിന്നെ നീയും പോകേണ്ടവനല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തയ്യാറാക്കടാ, എന്തെങ്കിലും ഒന്ന്. ഒരു പെണ്ണ് നന്നായ ലോകം നന്നാവൂടോ? ഒരു പെണ്ണ് നന്നായ, ഞാൻ എപ്പോഴും പറയുന്നത് പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത്. പഠിക്കണം. എൻ്റെ പെൺമക്കളോട് ഞാൻ പറയുന്നു, മക്കളെ നല്ലതുപോലെ പഠിക്കണം. മക്കളെ നിങ്ങൾ നല്ലതുപോലെ പഠിക്ക്. ചെറുപ്രായത്തിൽ പെണ്ണ് കെട്ടണ്ട, നിങ്ങൾ പഠിക്ക്. ഞാൻ വിദ്യാർത്ഥികളോട് പറയുന്നത്, നിങ്ങൾക്കൊരു ഭാവി ഉണ്ടാകണം.
നിങ്ങൾ നല്ല നിലയിൽ പഠിക്ക്, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, നല്ല ജോലി ഉണ്ടാകണം. നിങ്ങളൊക്കെ ഗവൺമെന്റ് ജോലി ആകണമെന്ന് എൻ്റെ ആഗ്രഹം. അല്ലാതെ എൻ്റെ ഉപ്പാമാരോട് ഞാൻ പറയുന്നത് 18 വയസ്സ് 20 വയസ്സാകുമ്പോൾ പണം ഉണ്ടാക്കാൻ ഗൾഫിൽ കയറ്റി വിടരുത് വാപ്പാ. പണമുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ലടോ, പണത്തിലല്ലടോ കാര്യം. നമ്മുടെ മക്കളെ പഠിപ്പിക്കടോ. ഭൗതികവും ആത്മീയവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്ത് ഡോക്ടറും എഞ്ചിനീയറും ടീച്ചറുമായിട്ട് നമ്മുടെ മക്കൾ പഠിക്കട്ടെ, ഈ ഉമ്മത്ത് പഠിക്കട്ടെ. ഏത് ഓഫീസിൽ പോയാലും നമ്മുടെ സമുദായം ഇല്ലല്ലോ, ഇട്ട് തട്ടുകയല്ലേ സഹോദര. അവിടെ ഇരുന്നു കൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും, ദഅവത്ത് നടത്താൻ കഴിയും. ഞാൻ പറയുന്നത് നല്ലതുപോലെ പഠിക്കണം, മക്കൾ നല്ല വിദ്യാഭ്യാസമുള്ളവരാകണം. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നല്ലപോലെ പഠിക്ക്, നിങ്ങൾ ടീച്ചർമാരാക്, നീ പഠിപ്പിച്ചു കൊടുക്ക്, ദഅവത്ത് ചെയ്യ്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഭാവി നിങ്ങൾ മൊബൈലും കളിച്ച് വല്ലവന്റെ പുറകെ നടക്കാതെ കളിയും ചിരിയുമൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പഠിച്ച് നല്ല നിലയിലാകാൻ. അൽഹംദുലില്ലാ, സമസ്ത ഇപ്പം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം, ഓരോ കാര്യങ്ങളല്ലേ സനാഇയ എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്തെല്ലാം കോഴ്സുകളാ നമ്മുടെ മക്കൾക്ക് വേണ്ടി. നിങ്ങൾ പഠിക്കുക സഹോദരിമാരെ, പഠിച്ചൊരു ജോലിയാകണം. നിങ്ങളൊരു ജോലിയാകുമ്പോൾ അൽഹംദുലില്ലാ നിങ്ങൾക്കൊരു ഇസ്സത്തുണ്ട്, ഒരു വിലയുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ നിന്നെ തേച്ചിട്ട് പോയാ ഒരുത്തന്റെ മുമ്പിലും പോയി കൈനീട്ടേണ്ട അവസ്ഥ നിനക്ക് വരില്ലല്ലോ. ചതിയും മോഷണവും ചെയ്യുന്നതിലൂടെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. എല്ലാ വിഷയത്തിലും നിസ്കാരത്തിലും മോഷണമുണ്ടെന്ന് നബിഹിന റസൂലുള്ളാഹി. നിസ്കാരത്തിൽ മോഷണമുണ്ട്. സഹാബത്ത് അത്ഭുതത്തോടെ ചോദിക്കുന്നു, എന്താ നബിയ നിസ്കാരത്തിലെ മോഷണം? അല്ലേ, റുക്കൂഉം സുജൂദും നേരെ ചെയ്യാത്തത് പിന്നെന്താ? സൽസ്വഭാവ. എടാ, ഒരാൾ സുജൂദ് ചെയ്യുമ്പോൾ അവന്റെ ശരീരത്തിലെ നെറ്റിത്തടം, 2 കൈകൾ, മൂക്ക്, 2 കാലിന്റെ മുട്ടിത് വിരലുകൾ, ഇതെല്ലാം എല്ലാ അവയവങ്ങളും കൊണ്ട് ചെയ്യുന്നതിനാ സുജൂദ് എന്ന് പറയുന്നത്. അതിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചതിയും വഞ്ചനയും മോഷണവും നിന്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ചെല്ലുന്നതിനെ തടയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സദഖ കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു അവന് ദീർഘായുസ് കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട് മുത്തുനബി പറയുകയാ, അവനൊരിക്കലും തൂങ്ങി മരിക്കൂല, അവനൊരിക്കലും വിഷമടിക്കൂല, അവനൊരിക്കലും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടാറില്ല, അവനൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അല്ലാഹു അവന് ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥ ഈമാനുള്ള മരണമേ അല്ലാഹു കൊടുക്കൂ, ഈമാനുള്ള മരണമേ അല്ലാഹു കൊടുക്കൂ. സദഖ കൊടുക്കുന്നവൻ ഒരിക്കലും അഹങ്കാരിയാകില്ല, ദുരഭിമാനിയാകില്ല. അല്ലാഹു ആ വൃത്തികെട്ട സ്വഭാവങ്ങളിൽ നിന്ന് ആ മനുഷ്യനെ സംരക്ഷിക്കുകയാണ്. ഖബർ സ്വർഗമാ, അവന്റെ ഖബർ സ്വർഗമാ, അവന്റെ മണ്ണറ മണിയറയാണ്. അവന്റെ ഖബറിന്റെ അകത്തവന് നരകത്തിന്റെ തീയില്ല. കാലിന്റെ ഭാഗത്തെ സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ തുറന്നു കൊടുക്കുകയാ. ഇന്നത്തെ കള്ളുകുടിയനെ പോലും ബോധമുണ്ട്, പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനല്ല. ഇന്ന് തെറ്റ് ചെയ്യാൻ നമുക്ക് പേടിയില്ല. പണ്ടൊരു വീടി വലിക്കാൻ ഭയമായിരുന്നു, ഒരു വീടി വലിക്കുന്നവന് ഒളിഞ്ഞു നിന്ന് വലിക്കുമായിരുന്നു. ഇന്ന് പരസ്യമായി വലിക്കുമടോ, വാപ്പാടെ മുമ്പിൽ നിന്ന് വലിക്കും, പള്ളിയുടെ പടിയിലിരുന്നിട്ട് വലിക്കും. പേടിയില്ല സഹോദരാ, ആർക്കും ഭയമില്ലടോ. തെറ്റ് ചെയ്യാനെന്ന് ഭയമില്ല. വഴുത് കേൾക്കാമെന്നിരിക്കുന്ന ഉമ്മമാര് എത്ര പെണ്ണുങ്ങളാ തലമറച്ചുകൊണ്ട് വഴുത് കേൾക്കാമെന്നത്. നിരന്ന് നിൽക്കുന്നല്ലോ എന്റെ സഹോദരിമാര്, എത്ര പേരാ തലമറച്ചത്. ഇന്ന് പെണ്ണുങ്ങൾക്ക് ഫാഷനാണ് തലമറയ്ക്കല്. ഇന്ന് തല മുഴുവനും മറയ്ക്കാറില്ല, തലയിൽ തുണിയിടും, ഫ്രണ്ട് ഭാഗം മുഴുവനും പുറത്താണ്. പ്രായമുള്ള ഉമ്മയും ഇങ്ങനെയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, പണ്ടങ്ങനെയല്ല. വാപ്പ തെറ്റ് ചെയ്താ ഉമ്മ തിരുത്തും, ഉമ്മ തെറ്റ് ചെയ്താ വാപ്പ തിരുത്തും. ഇനി മാതാപിതാക്കൾ തെറ്റ് ചെയ്താൽ മക്കളെ തിരുത്തുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വാപ്പാ, നമുക്ക് ആദ്യമൊന്ന് നന്നാകാം, നമുക്ക് ഇമാമുമാരാകാം, നമുക്ക് ഇമാമുമാരാകാം. പള്ളിയുടെ ഇമാമല്ല, പിന്നെ എവിടത്തെ ഇമാമ്? നിന്റെ വീട്ടിലെ ഇമാമ്, നിന്റെ ഭാര്യയുടെ ഇമാമ്, നിന്റെ മക്കളുടെ ഇമാമ്. ലിൽ മുത്തഖീന ഇമാം
ഇമാമാ, നീ നിന്റെ ഭാര്യക്കും മക്കൾക്കും ഇമാമാക്, നിനക്കതിനുള്ള അർഹതയില്ല. പടച്ചവന് ഇന്ന് തലമറയ്ക്കാൻ മടിയാണ്, ഇന്ന് തലമറയ്ക്കുന്നില്ലടോ, ഔറത്തു മറയ്ക്കുന്നില്ലടോ. ഉസ്താദേ, തലമറയ്ക്കുന്നതും മറയ്ക്കാത്തതും അവരുടെ അവകാശമാണ്. ഖുർആനിൽ എവിടെയെങ്കിലും ഫർദ ധരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഹിജാബ് ധരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന യുവതലമുറയോട് പടച്ചവനെ, ഇവിടത്തെ അറിയപ്പെടുന്ന വലിയ ആളാണ്, പക്ഷേ മക്കളുടെ കോലം കണ്ടിട്ടുണ്ടോ? ഭാര്യയുടെ കോലം കണ്ടിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു രാത്രിയിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് ഉമർ. തങ്ങൾ രാത്രിയിൽ നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് വഴക്ക് നടക്കുകയാണ്. ഒരു ഉമ്മയും മകളും വഴക്ക് കൂടുകയാണ്. ഒരു ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങൾ വീടിന്റെ പരിസരത്തു ചെന്നു. എന്തിനാണ് ഉമ്മയും മകളും തമ്മിൽ മത്സരിക്കുന്നതെന്നറിയുമോ? ഇന്ന് വീടിനകത്ത് വഴക്ക് കൂടിയാൽ ഒരു ഉമ്മയും മകളും വഴക്ക് കൂടുകയാണ്. എന്തിനു വേണ്ടിയാണ്? പടച്ചവനെ, ഉമ്മ പറയുന്നവന് കള്ളുകുടിയനാ, കഞ്ചാവടിക്കുന്നവനാ, അവനെ മറക്കണം മോളെ. ഇല്ല ഉമ്മ, ജീവിക്കുകയാണെങ്കിൽ ഞാൻ അവന്റെ കൂടെയേ ജീവിക്കൂ. ഇത് പറഞ്ഞിട്ടാണ് ഉമ്മയും മകളും ഇന്ന് വീട്ടിൽ വഴക്ക് കൂടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ പെണ്ണുങ്ങളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തേ ഉസ്താദേ, ഏത് വാഴ് പറയുന്ന ഉസ്താദും ഞങ്ങളെയാ കുറ്റം പറയുന്നത്? പെണ്ണുങ്ങളെ മാത്രമേ പറയാറുള്ളൂ. എന്തിനാണ് പറയുന്നതെന്ന് നിനക്കറിയുവോ? നീ നന്നായ സർവരും നന്നാകും പെണ്ണേ. ഒരു പെണ്ണ് നന്നായാൽ വീട് നന്നായടോ, ഒരു പെണ്ണ് നന്നായാ കുടുംബം നന്നായടോ. അതിന്റെ തെളിവാണ് പറയുന്നത്. ഉമർ തങ്ങൾ നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് ഉമ്മയും മകളും വഴക്കു കൂടുകയാണ്. എന്തിനാണ് വഴക്ക് കൂടുന്നത്? ഉമ്മ പറഞ്ഞു, മോളെ പാലിൽ വെള്ളം കലർത്തണം, പാലിൽ വെള്ളം കലർത്തണം. മകള് പറഞ്ഞു, ഞാൻ ചെയ്യൂല, അത് ചതിയാണ്, അത് വഞ്ചനയാണ്, അത് പാപമാണ്. ഉമ്മ പറഞ്ഞു, മോളെ പറ്റില്ല, നീ പാലിൽ വെള്ളം കലർത്ത്. ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഖലീഫ ഉമറാണ് രാജ്യം ഭരിക്കുന്നത്. ഉമർ അറിഞ്ഞ നമ്മളെ ശിക്ഷിക്കും ഉമ്മ. ഒരു ചെറിയ മകള് ഉമ്മയോട് പറയുകയാ. ഉമ്മ പറഞ്ഞ മറുപടി, മോളെ, ഉമർ കിടന്ന് ഉറങ്ങുകയാണ്. ഖലീഫ ഉമർ എങ്ങനെ അറിയാനാണ്? നമ്മൾ വീട്ടിൽ പാലിൽ വെള്ളം ഒഴിക്കുന്നത് ഉമർ അറിയുകയില്ല, നീ ധൈര്യമായിട്ടൊഴിക്ക്. മകള് പറഞ്ഞു, ഉമ്മ, ഉമർ കിടന്നുറങ്ങിയാലും അല്ല ഉറങ്ങുന്നില്ല ഉമ്മ, അല്ല കാണുന്നുണ്ട് ഉമ്മ, അല്ല കാണുന്നുണ്ട് ഉമ്മ. പടച്ചവനെ, ഒരു പെൺകുട്ടി ഉമ്മയോട് പറയുകയാണ്. ഉമർ തങ്ങൾ ആ വീടിനടയാളം വെച്ചു. അതാ സുബഹി നമസ്കാരം കഴിഞ്ഞു. ഒരാളെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ പോയി അന്വേഷിക്കാൻ. ആ കുടുംബത്തിൽ ചെന്ന് അന്വേഷിക്കുമ്പോ വിധവയാ, ആ പൊന്നുമോളി യതീമാ. അവര് പാലിൽ വെള്ളം കലർത്തുന്നവരല്ല, അവര് ചതിക്കുന്നവരല്ല, അവര് വഞ്ചിക്കുന്നവരല്ല. പിന്നെ എന്തിനാണ് പാലിൽ വെള്ളം കലർത്താൻ ഉമ്മ മകളോട് പറയുന്നത്? പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു ഒട്ടകമാണുള്ളത്. ആ വീട്ടിൽ ഒരൊട്ടകമുണ്ട്. ആ ഒട്ടകത്തിന്റെ പാല് കറന്ന് കൊടുത്തിട്ടാണ് ഈ വീട് കഴിയുന്നത്. പടച്ചവനെ, ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞു, ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞു. പടച്ചവനെ, പൈസയില്ല, ഭക്ഷണമില്ല, ദിവസങ്ങളായിട്ട് ആ വീട് പട്ടിണിയാണ്. പട്ടിണി സഹിക്കാൻ പറ്റാതെയാണ് ഉമ്മ പറഞ്ഞത്, മോളെ, ഉള്ള പാലിൽ ഇത്തിരി വെള്ളമൊഴിക്ക്, അത് കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാമല്ലോ. അപ്പോഴാ മകള് പറയുന്നതുമ്മ, അല്ല കാണുന്നുണ്ട്, അല്ല കാണുന്നുണ്ട്. ഉമർ തങ്ങൾ വീട്ടിലേക്ക് പോയടോ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു ചെന്നു. മക്കളെ വിളിച്ചു, തന്റെ ആൺമക്കളെ വിളിച്ചു, ചെറുപ്പക്കാരായ തന്റെ മക്കളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, വാപ്പ ഒരു പെണ്ണിനെ കണ്ടു മോനെ.
ഇന്നലെ രാത്രി വാപ്പ ഒരു പെണ്ണിനെ കണ്ടോ, പണമില്ല, വലിയ തറവാടുള്ളവരല്ല, പാവപ്പെട്ടവരാ. പക്ഷേ ആ പെണ്ണിന് അല്ലാഹുവിനെ പേടിയുണ്ട്. ആ പെണ്ണിന് ഒരു യോഗ്യതയേ ഉള്ളൂ. പണമില്ലടാ മോനെ, സൗന്ദര്യമില്ലടാ മോനെ, കൊട്ടാരം പോലെയുള്ള വീടില്ല, അറിയപ്പെടുന്ന കുടുംബത്തിലെ പെണ്ണല്ല, യതീമായ ഒരു മകളാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, ആ മോളെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പ്രായമായത് കൊണ്ട് എനിക്ക് പറ്റൂല. ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, രാജ്യത്തിന്റെ ഖലീഫ തന്റെ മക്കളോട് ചോദിക്കുകയാ, നിങ്ങളിൽ ആരാ കെട്ടുന്നത്? ആ പെണ്ണിനെ നിങ്ങളിൽ ആരാ കെട്ടുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ പൊന്നുമകൻ പറഞ്ഞു, വാപ്പാ എനിക്ക് വേണം വാപ്പാ, എനിക്ക് വേണം വാപ്പാ, പണമില്ലെങ്കിലും കൊട്ടാരമില്ലെങ്കിലും എനിക്ക് ആ പെണ്ണിനെ വേണം. കാരണം അവൾക്ക് ദീനുണ്ട്, അവൾ അല്ലാഹുവിനെ ഭയമുള്ളവളാണ്, അവളുടെ ഹൃദയത്തിനകത്ത് അല്ലാഹുണ്ട്. പഠിക്കടാ ചെറുപ്പക്കാരാ, പണത്തിന് വേണ്ടി പെണ്ണ് കെട്ടുന്ന ആർത്തിയുള്ള സമുദായം കേൾക്ക്. പടച്ചവന് ഇന്ന് പണം മതിയല്ലോ, പണം മതിയല്ലോ. കെട്ടുന്ന പെണ്ണിന്റെ പണത്തിന്റെ പുറകെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവതലമുറ 50 പവനും 50 ലക്ഷവും കാറും കൊടുത്തിട്ട് ഇന്ന് തികയുന്നില്ലടോ. തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ പെണ്ണ് ആത്മഹത്യ ചെയ്തപ്പോ അവിടത്തെ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പണത്തിന് വേണ്ടി ജീവിക്കുകയാണ്, എല്ലാവർക്കും പണം മതി, അതിനു വേണ്ടി ഏത് വൃത്തികേട് വേണമെങ്കിലും കാണിക്കുമല്ലോ. യൂട്യൂബ് ചാനലുള്ളവരുണ്ടല്ലോ, ഇവൻ ഒറ്റയ്ക്ക് കിടന്ന് പകലുകൾ കിടന്ന് പരിശ്രമിച്ചിട്ട് ഇവൻ ആളെ കൂട്ടാൻ പറ്റുന്നില്ല, ഇവന് പണമുണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ പറ്റുന്നത് മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യ അവളെ പരസ്യമായി ഇറക്കുകയാണ്, യൂട്യൂബ് ചാനലിലേക്ക് ഇറങ്ങുകയാണ്, പെൺകുട്ടികൾ ഇറങ്ങുകയാ. എന്നിട്ട് അവളങ്ങോട്ട് അതിനകത്ത് കിടന്നുകൊണ്ട് പ്രവർത്തിക്കുകയാ. എന്റെ പെങ്ങളെ, എവിടെ എത്തി നിൽക്കുന്ന സമുദായം? ഈ സമുദായം എവിടെ നിൽക്കുന്നടോ? പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യ കണ്ടവന്മാരുടെ മുമ്പിലേക്ക് ഇറക്കി വിടുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ ഉമ്മത്ത് പോയല്ലോ. നാണമില്ലാതെ പോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. എല്ലാവർക്കും പണം മതി, പണത്തിന് വേണ്ടി എന്തും ചെയ്യുമല്ലോ, പണത്തിന് വേണ്ടി ഏത് വൃത്തികേടുകളും കാണിക്കുമല്ലോ. കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോയത് പണത്തിന് വേണ്ടിയാണ്, കൊലപാതകങ്ങൾ ചെയ്യുന്നത് പണത്തിന് വേണ്ടിയാണ്. എങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, പണമല്ലടാ വലുത്, സൗന്ദര്യമല്ലടാ വലുത്, കുടുംബ മഹിമയല്ലടാ വലുത്. ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ? പണമുള്ളവനല്ല, അധികാരമുള്ളവനല്ല, കൊട്ടാരമുള്ളവനല്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയുവോ? അൽമർഅത്തു സ്വാലിഹാ, സ്വാലിഹത്തായ ഒരു ഭാര്യ ലഭിച്ചവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഉമർ തങ്ങളുടെ മകൻ പറയുകയാ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെയാണ് എനിക്ക് വേണ്ടത്, അവിടുന്ന് വിവാഹം കഴിച്ചടോ. ചെറുപ്പക്കാരാ, രണ്ടാം ഉമർ എന്ന് അറിയപ്പെടുന്ന ഒരു മഹാനുണ്ട്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ചരിത്രം വായിച്ചിട്ടുണ്ടോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആരായിരുന്നെന്ന് നിനക്കറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കുളിപ്പിക്കുമ്പോ, മയ്യത്ത് കുളിപ്പിക്കുന്നവർ നോക്കുമ്പോ ശരീരം മുഴുവനും അടയാളം കാണുകയാണ്, ശരീരം മുഴുവനും ചാട്ടവാറുകൾ കൊണ്ട് തല്ലിയ പാടുകൾ കാണുകയാണ്. എന്താണെന്നറിയില്ല. ജനാസ കുളിപ്പിക്കുമ്പോ കാണുന്നത് പറയാ പാടില്ലല്ലോ. ഒരാളും മിണ്ടിയില്ല. ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമാ. പടച്ചവനെ, അവിടുത്തെ ജനാസ കബറടക്കി ദിവസങ്ങൾ കഴിഞ്ഞു. കൂട്ടുകാർ മുഴുവനും ഒരു രാത്രിയിൽ സ്വപ്നം കാണുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കബറിനകത്തിരുന്ന് ചിരിക്കുകയാ, കബറിനകത്തിരുന്ന് ചിരിക്കുകയാ. എല്ലാവരും ഒരുപോലെ സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ വന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇന്നലെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ ഞാൻ കണ്ടു. മറ്റൊരാൾ പറഞ്ഞു ഞാൻ കണ്ടു. അങ്ങനെ 7ഓളം വരുന്നവർ പറഞ്ഞു ഞങ്ങളും കണ്ടു. എല്ലാവരും ഒരുപോലെ സ്വപ്നം കണ്ടപ്പോ
തന്റെ കൂട്ടുകാരനെ കുറിച്ചും അറിയണമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസയിൽ നിന്ന് സുഗന്ധം വന്നല്ലോ. എന്തേ കാരണമെന്നറിയാൻ വീട്ടിലേക്ക് ചെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? എന്റെ ഭർത്താവിനെ പോലെ അള്ളാനെ പേടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ അള്ളാനെ പേടിയുള്ള ഒരാളെ കണ്ടിട്ടുണ്ട്. ആളാരാണെന്നറിയുമോ? എന്റെ ഭർത്താവ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ. ഭാര്യയാടോ നമുക്ക് സ്ഥാനം തരേണ്ടത്. ലോകത്തെ ഏറ്റവും വലിയ സ്ഥാനം ഭാര്യ തരുന്ന സ്ഥാനമാ. നിന്റെ ഭാര്യ പറയണം നീ അള്ളാനെ പേടിയുള്ളവനാണെന്ന്. നിന്റെ ഭർത്താവ് പറയണം പെങ്ങളെ നീ അള്ളാനെ പേടിയുള്ളവളാണെന്ന്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചാട്ടവാറ് കൊണ്ട് രാത്രി റൂമിനകത്ത് കയറിയിട്ട് അടിക്കുകയാണ്. നീ അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ. ചാട്ടവാറ് കൊണ്ട് തല്ലുമായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മരിക്കാൻ കിടക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാര്യ അടുത്ത് വന്നു, ഉപദേശങ്ങൾ കൊടുത്തു, പൊരുത്തം ചോദിച്ചു, യാത്ര പറഞ്ഞു. എന്നിട്ട് പറയുന്നു റൂമിന്റെ വെളിയിൽ ഇറങ്ങി വാതിലടയ്ക്കാൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ ചോദിക്കുകയാണ്, അങ്ങയുടെ അവസാന സമയമാണല്ലോ, എനിക്ക് കിട്ടുന്ന അവസാനത്തെ ചാൻസ് ആണല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ? വേണ്ട പെണ്ണേ, നീ എന്റെ അടുക്കൽ നിൽക്കരുത്. അതാ അതിഥികൾ വരുന്നു, എന്നെ കൊണ്ടുപോകാൻ അതിഥികൾ വരുന്നു. നീ റൂമിന്റെ പുറത്തിറങ്ങി വാതിലടയ്ക്കാൻ പറഞ്ഞു. ഭാര്യ വീടിന്റെ പുറത്തിറങ്ങി വാതിലടച്ചു. സുബ്ഹാനല്ലാഹ്. ഭാര്യ നോക്കുമ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് സലാം അടക്കുകയാണ്. ആരോടാ? അല്ലാഹ്. തന്റെ ഭർത്താവ് സംസാരിക്കുന്നത് ആരോടാണ്? ഒളിഞ്ഞു നോക്കുകയാണ്, ഒന്നും കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശഹാദത്ത് കലിമ പറയുന്ന ശബ്ദം കേൾക്കുകയാണ്. പിന്നെ അനക്കമില്ല വാപ്പാ. ഭാര്യ വാതിൽ തുറന്നകത്തേക്ക് ചെല്ലുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിച്ചു കിടക്കുകയാ. ശരീരത്തു നിന്ന് വല്ലാത്ത സുഗന്ധമടിക്കുകയാണ്. ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്നറിയുവോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഏത് കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയുവോ? ഉമർ തങ്ങൾ പാതിരാത്രി ഇറങ്ങിപ്പോയപ്പോ ഉമ്മ മകളോട് പാലിൽ വെള്ളം കലർത്താൻ പറഞ്ഞപ്പോ ഉമ്മ അല്ലാഹുണ്ടെന്ന് പറഞ്ഞ പെണ്ണിന്റെ കുടുംബത്തിൽ ജനിച്ച മഹാനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു എന്ന ചരിത്രം പറയുമ്പോ എന്റെ ഉമ്മമാരോട് പറയുകയാ, അല്ലാഹനെ ഭയന്ന് ജീവിക്ക്. വാപ്പാ, നിന്റെ ഭാര്യ തെറ്റ് ചെയ്താ നീ തിരുത്തി കൊടുക്ക്. നീ പറഞ്ഞു കൊടുക്കണമല്ലോ, പക്ഷേ നീ തിരുത്താത്തവനാണ്. നിന്റെ ഭാര്യ ശരീരം മറക്കാതെ നടക്കുമ്പോ അല്ലാഹുവേ ഫർദയിട്ട് അതാ വഅദിന് വരുമ്പോ ഫർദയാണ്, കല്യാണത്തിന് പോകുമ്പോ ചുരിദാറും സാരിയുമാണ്. പടച്ചവനെ, ഇന്ന് അതാ പല സ്ഥലങ്ങളിലും മേള നടക്കുന്നല്ലോ, കാർണിവൽ വരാൻ പോകുകയാണ്. എന്റെ പെങ്ങന്മാര് നടക്കുകയാണ്. തലമറയ്ക്കാൻ മടിക്കുന്ന പെങ്ങള് ഈ മക്കാമിൽ കിടക്കുന്ന മഹാരഥന്റെ ശാപം വാങ്ങാനാണ് ഈ മക്കാമിന്റെ മുമ്പിൽ വന്നിട്ട് പരിസരത്തിരിക്കുന്ന പെങ്ങളെ തലമറയ്ക്കാൻ നിനക്ക് മടിയാ വാപ്പാ, തിരുത്തണേ വാപ്പാ. ഇന്ന് പെൺകുട്ടികളെ തലയിലെ തുണികിടുന്നത് വല്ലാത്ത മടിയാണ്. ഇന്ന് മുടി പുറത്തിട്ട് കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഫാഷനാണ് വാപ്പാ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. വീട് മുഴുവനും ശത്രുക്കൾ വളർന്നിരിക്കുകയാണ്. ഒരു ഭർത്താവ് ആരാകണമെന്ന് പഠിച്ചോ, ഉമർ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വളർന്നിരിക്കുകയാണ്. പടച്ചവനെ, വീടിന്റെ വാതിൽ തീയിട്ടു. എന്നിട്ട് കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ വീടിനകത്തേക്ക് പാഞ്ഞു കയറുകയാ. പടച്ചവനെ, ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഉസ്മാൻ
ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുക്കൾ വാളുകൊണ്ട് വെട്ടുമ്പോ ഭാര്യയായ നായില ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേക്കുകയാ തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോ നായില ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചാടി എഴുന്നേക്കുമ്പോ ഉസ്മാൻ തങ്ങൾ വിളിക്കുന്നു, നായില ഇവരെന്നെ കൊല്ലുന്നതിൽ കാര്യമില്ല നായില, എനിക്കിവരെയല്ല പേടി. നായില ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന തുണിയൊന്നു മാറുകയാ. അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന രണ്ടാമത്തെ മനുഷ്യൻ ഇമാമ് ഫാത്തിഹ ഓതി നിസ്കാരത്തിൽ വലല്ലാലീൻ ആമീൻ എന്ന് ഇമാം ആമീൻ പറയുമ്പോ നിങ്ങളും കൂടെ പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇമാം ആമീൻ എന്ന് പറയുമ്പോ നമ്മളും കൂടെ പറയണം. നമ്മുടെ ആമീനും മലക്കുകളുടെ ആമീനും തമ്മിൽ ഒത്തുവന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇമാം ആമീൻ പറയണമെങ്കിൽ, ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ ആമീൻ പറയണമെങ്കിൽ നീ എവിടെ പോണം? പറയടോ, എവിടെ പോണം? നിസ്കരിക്കാൻ പോണം. പോകാറുണ്ടോ? അവിടെയാ ചിന്തിക്കണ്ടേ. ഇമാമ് വലല്ലാലീൻ ആമീൻ എന്ന് പറയുമ്പോ കൂടെ പറയണമെങ്കിൽ നീ പള്ളി കയറണ്ടേ? എടാ ഇത് നോക്ക്, നമ്മൾ ആരെന്നറിയോ? ഇമാമ് സുജൂദി പോകുന്നതിന് മുമ്പേ നേരത്തെ പോയി കിടന്നിട്ട് എവിടെ ഇമാമെന്ന് നോക്കുന്ന ടീമാ. ഇമാമ് സുജൂദിലെത്തുന്നതിന് മുമ്പേ നമ്മളെത്തും, എന്നിട്ട് ഇങ്ങനെ നോക്കിക്കിടക്കും ഇമാം എന്തേന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ ഇമാമ് ഫാത്തിഹ ഓതിയിട്ട് ആമീൻ പറയുമ്പോൾ കൂടെ പറയണമെങ്കിൽ നീ എവിടെ പോണം? പള്ളിക്കകത്ത് പോണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിച്ചാലല്ലേ ആമീൻ കേൾക്കാൻ പറ്റൂ, നിസ്കരിച്ചാലല്ലേ ആമീൻ പറയാൻ പറ്റൂ. ഇന്നത്തെ കള്ളുകുടിയനെ പോലും ബോധമുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനല്ല. ഇന്ന് തെറ്റ് ചെയ്യാൻ നമുക്ക് പേടിയില്ല. പണ്ടൊരു വീടി വലിക്കാൻ ഭയമായിരുന്നു. ഒരു വീടി വലിക്കുന്നവന് ഒളിഞ്ഞു നിന്ന് വലിക്കുമായിരുന്നു. ഇന്ന് പരസ്യമായി വലിക്കുമടോ. വാപ്പാടെ മുമ്പിൽ നിന്ന് വലിക്കും, പള്ളിയുടെ പടിയിലിരുന്നിട്ട് വലിക്കും. പേടിയില്ല സഹോദരാ, ആർക്കും ഭയമില്ലടോ. തെറ്റ് ചെയ്യാനെന്ന് ഭയമില്ല. വഴുത് കേൾക്കാമെന്നിരിക്കുന്ന ഉമ്മമാര് എത്ര പെണ്ണുങ്ങളാ തലമറച്ചുകൊണ്ട് വഴുത് കേൾക്കാമെന്നത്. നിരന്ന് നിൽക്കുന്നല്ലോ എന്റെ സഹോദരിമാര്, എത്ര പേരാ തലമറച്ചത്. ഇന്ന് പെണ്ണുങ്ങൾക്ക് ഫാഷനാണ് തലമറയ്ക്കല്. ഇന്ന് തല മുഴുവനും മറയ്ക്കാറില്ല. തലയിൽ തുണിയിടും, ഫ്രണ്ട് ഭാഗം മുഴുവനും പുറത്താണ്. പ്രായമുള്ള ഉമ്മയും ഇങ്ങനെയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, പണ്ടങ്ങനെയല്ല. വാപ്പ തെറ്റ് ചെയ്താ ഉമ്മ തിരുത്തും, ഉമ്മ തെറ്റ് ചെയ്താ വാപ്പ തിരുത്തും. ഇനി മാതാപിതാക്കൾ തെറ്റ് ചെയ്താൽ മക്കളെ തിരുത്തുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വാപ്പാ നമുക്കാദ്യമൊന്ന് നന്നാകാം, നമുക്ക് ഇമാമുമാരാകാം. പള്ളിയുടെ ഇമാമല്ല, പിന്നെ എവിടത്തെ ഇമാമ്? നിന്റെ വീട്ടിലെ ഇമാമ്, നിന്റെ ഭാര്യയുടെ ഇമാമ്, നിന്റെ മക്കളുടെ ഇമാമ്. ലിൽ മുത്തഖീന ഇമാമാ. നീ നിന്റെ ഭാര്യക്കും മക്കൾക്കും ഇമാമാക്. നിനക്കതിനുള്ള അർഹതയില്ല. പടച്ചവന് ഇന്ന് തലമറയ്ക്കാൻ മടിയാണ്. ഇന്ന് തലമറയ്ക്കുന്നില്ലടോ, ഔറത്തു മറയ്ക്കുന്നില്ലടോ. ഉസ്താദേ, തലമറയ്ക്കുന്നതും മറയ്ക്കാത്തതും അവരുടെ അവകാശമാണ്. ഖുർആനിൽ എവിടെയെങ്കിലും ഫർദ് ധരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഹിജാബ് ധരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന യുവതലമുറയോട് പടച്ചവനെ, ഇവിടത്തെ അറിയപ്പെടുന്ന വലിയ ആളാണ്. പക്ഷേ മക്കളുടെ കോലം കണ്ടിട്ടുണ്ടോ? ഭാര്യയുടെ കോലം കണ്ടിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു രാത്രിയിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് ഉമർ. തങ്ങൾ രാത്രിയിൽ നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് വഴക്ക് നടക്കുകയാണ്. ഒരു ഉമ്മയും മകളും വഴക്ക് കൂടുകയാണ്. ഒരു ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങൾ വീടിന്റെ പരിസരത്തു ചെന്നു. എന്തിനാണ് ഉമ്മയും മകളും തമ്മിൽ മത്സരിക്കുന്നതെന്നറിയുമോ? ഇന്ന് വീടിനകത്ത് വഴക്ക് കൂടിയാൽ ഒരു ഉമ്മയും മകളും വഴക്ക് കൂടുകയാണ്. എന്തിനു വേണ്ടിയാണ്? പടച്ചവനെ, ഉമ്മ പറയുന്നവന് കള്ളുകുടിയനാ, കഞ്ചാവടിക്കുന്നവനാ, അവനെ മറക്കണം മോളെ. ഇല്ല ഉമ്മ, ജീവിക്കുകയാണെങ്കിൽ ഞാൻ അവന്റെ കൂടെയേ ജീവിക്കൂ. ഇത് പറഞ്ഞിട്ടാണ് ഉമ്മയും മകളും ഇന്ന് വീട്ടിൽ വഴക്ക് കൂടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, എല്ലാ പെണ്ണുങ്ങളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തേ ഉസ്താദേ, ഏത് വാഴ് പറയുന്ന ഉസ്താദും ഞങ്ങളെയാ കുറ്റം പറയുന്നത്? പെണ്ണുങ്ങളെ മാത്രമേ പറയാറുള്ളൂ. എന്തിനാണ് പറയുന്നതെന്ന് നിനക്കറിയുവോ? നീ നന്നായ സർവരും നന്നാകും പെണ്ണേ. ഒരു പെണ്ണ് നന്നായാൽ വീട് നന്നായടോ. ഒരു പെണ്ണ് നന്നായ കുടുംബം നന്നായടോ. അതിന്റെ തെളിവാണ് പറയുന്നത്. ഉമർ തങ്ങൾ നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് ഉമ്മയും മകളും വഴക്കു കൂടുകയാണ്. എന്തിനാണ് വഴക്കു കൂടുന്നത്? ഉമ്മ പറഞ്ഞു, മോളെ പാലിൽ വെള്ളം കലർത്തണം, പാലിൽ വെള്ളം കലർത്തണം. മകള് പറഞ്ഞു, ഞാൻ ചെയ്യൂല, അത് ചതിയാണ്, അത് വഞ്ചനയാണ്, അത് പാപമാണ്. ഉമ്മ പറഞ്ഞു, മോളെ പറ്റില്ല, നീ പാലിൽ വെള്ളം കലർത്ത്. ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഖലീഫ ഉമറാണ് രാജ്യം ഭരിക്കുന്നത്. ഉമർ അറിഞ്ഞ നമ്മളെ ശിക്ഷിക്കും ഉമ്മ. ഒരു ചെറിയ മകള് ഉമ്മയോട് പറയുകയാ. ഉമ്മ പറഞ്ഞ മറുപടി, മോളെ ഉമർ കിടന്ന് ഉറങ്ങുകയാണ്. ഖലീഫ ഉമർ എങ്ങനെ അറിയാനാണ്? നമ്മൾ വീട്ടിൽ പാലിൽ വെള്ളം ഒഴിക്കുന്നത് ഉമർ അറിയുകയില്ല. നീ ധൈര്യമായിട്ടൊഴുക്ക്. മകള് പറഞ്ഞു, ഉമ്മ, ഉമർ കിടന്നുറങ്ങിയാലും അല്ല ഉറങ്ങുന്നില്ല ഉമ്മ. അല്ല കാണുന്നുണ്ട് ഉമ്മ, അല്ല കാണുന്നുണ്ട് ഉമ്മ. പടച്ചവനെ, ഒരു പെൺകുട്ടി ഉമ്മയോട് പറയുകയാണ്. ഉമർ തങ്ങൾ ആ വീടിനടയാളം വെച്ചു. അതാ സുബഹി നമസ്കാരം കഴിഞ്ഞു. ഒരാളെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ പോയി അന്വേഷിക്കാൻ. ആ കുടുംബത്തിൽ ചെന്ന് അന്വേഷിക്കുമ്പോ വിധവയാ, ആ പൊന്നുമോളി യതീമാ. അവര് പാലിൽ വെള്ളം കലർത്തുന്നവരല്ല, അവര് ചതിക്കുന്നവരല്ല, അവര് വഞ്ചിക്കുന്നവരല്ല. പിന്നെ എന്തിനാണ് പാലിൽ വെള്ളം കലർത്താൻ ഉമ്മ മകളോട് പറയുന്നത്? പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു ഒട്ടകമാണുള്ളത്. ആ വീട്ടിൽ ഒരൊട്ടകമുണ്ട്. ആ ഒട്ടകത്തിന്റെ പാല് കറന്ന് കൊടുത്തിട്ടാണ് ഈ വീട് കഴിയുന്നത്. പടച്ചവനെ, ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞു, ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞു. പടച്ചവനെ, പൈസയില്ല, ഭക്ഷണമില്ല. ദിവസങ്ങളായിട്ട് ആ വീട് പട്ടിണിയാണ്. പട്ടിണി സഹിക്കാൻ പറ്റാതെയാണ് ഉമ്മ പറഞ്ഞത്, മോളെ ഉള്ള പാലിലിത്തിരി വെള്ളമൊഴിക്ക്. അത് കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാമല്ലോ. അപ്പോഴാ മകള് പറയുന്നത്, ഉമ്മ, അല്ല കാണുന്നുണ്ട്, അല്ല കാണുന്നുണ്ട്. ഉമർ തങ്ങൾ വീട്ടിലേക്ക് പോയടോ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു ചെന്നു. മക്കളെ വിളിച്ചു, തന്റെ ആൺമക്കളെ വിളിച്ചു, ചെറുപ്പക്കാരായ തന്റെ മക്കളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, വാപ്പ ഒരു പെണ്ണിനെ കണ്ടു മോനെ. ഇന്നലെ രാത്രി വാപ്പ ഒരു പെണ്ണിനെ കണ്ടോ. പണമില്ല, വലിയ തറവാടുള്ളവരല്ല, പാവപ്പെട്ടവരാ. പക്ഷേ ആ പെണ്ണിന് അല്ലാഹനെ പേടിയുണ്ട്. ആ പെണ്ണിന് ഒരു യോഗ്യതയേ ഉള്ളൂ. പണമില്ലടാ മോനെ, സൗന്ദര്യമില്ലടാ മോനെ, കൊട്ടാരം പോലെയുള്ള വീടില്ല, അറിയപ്പെടുന്ന കുടുംബത്തിലെ പെണ്ണല്ല, യതീമായ ഒരു മകളാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, ആ മോളെ
വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പ്രായമായതുകൊണ്ട് എനിക്ക് പറ്റൂല. ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, രാജ്യത്തിന്റെ ഖലീഫ തന്റെ മക്കളോട് ചോദിക്കുകയാ, നിങ്ങളിൽ ആരാ കെട്ടുന്നത്? ആ പെണ്ണിനെ നിങ്ങളിൽ ആരാ കെട്ടുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചോദിക്കുമ്പോ പൊന്നുമകൻ പറഞ്ഞു, വാപ്പാ എനിക്ക് വേണം വാപ്പാ, എനിക്ക് വേണം വാപ്പാ. പണമില്ലെങ്കിലും കൊട്ടാരമില്ലെങ്കിലും എനിക്ക് ആ പെണ്ണിനെ വേണം. കാരണം അവൾക്ക് ദീനുണ്ട്, അവൾ അല്ലാഹുവിനെ ഭയമുള്ളവളാണ്, അവളുടെ ഹൃദയത്തിനകത്ത് അള്ളയുണ്ട്. പഠിക്കടാ ചെറുപ്പക്കാരാ, പണത്തിന് വേണ്ടി പെണ്ണ് കെട്ടുന്ന ആർത്തിയുള്ള സമുദായം കേക്ക്. പടച്ചവനെ ഇന്ന് പണം മതിയല്ലോ, പണം മതിയല്ലോ. കെട്ടുന്ന പെണ്ണിന്റെ പണത്തിന്റെ പുറകെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവതലമുറ, 50 പവനും 50 ലക്ഷവും കാറും കൊടുത്തിട്ട് ഇന്ന് തികയുന്നില്ലടോ. തിരുവനന്തപുരത്തൊരു ഡോക്ടർ പെണ്ണ് ആത്മഹത്യ ചെയ്തപ്പോ അവിടത്തെ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പണത്തിന് വേണ്ടി ജീവിക്കുകയാണ്. എല്ലാവർക്കും പണം മതി, അതിനു വേണ്ടി ഏത് വൃത്തികേട് വേണമെങ്കിലും കാണിക്കുമല്ലോ. യൂട്യൂബ് ചാനലുള്ളവരുണ്ടല്ലോ, ഇവൻ ഒറ്റയ്ക്ക് കിടന്ന് പകലുകൾ കിടന്ന് പരിശ്രമിച്ചിട്ട് ഇവൻ ആളെ കൂട്ടാൻ പറ്റുന്നില്ല, ഇവന് പണമുണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ പറ്റുന്നത് മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യ അവളെ പരസ്യമായി ഇറക്കുകയാണ്, യൂട്യൂബ് ചാനലിലേക്ക് ഇറങ്ങുകയാണ്, പെൺകുട്ടികൾ ഇറങ്ങുകയാ. എന്നിട്ട് അവളങ്ങോട്ട് അതിനകത്ത് കിടന്നുകൊണ്ട് പ്രവർത്തിക്കുകയാ. എന്റെ പെങ്ങള്, എവിടെ എത്തി നിൽക്കുന്ന സമുദായം? ഈ സമുദായം എവിടെ നിൽക്കുന്നടോ? പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യ കണ്ടവന്മാരുടെ മുമ്പിലേക്ക് ഇറക്കി വിടുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ ഉമ്മത്ത് പോയല്ലോ. നാണമില്ലാതെ പോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. എല്ലാവർക്കും പണം മതി, പണത്തിന് വേണ്ടി എന്തും ചെയ്യുമല്ലോ, പണത്തിന് വേണ്ടി ഏത് വൃത്തികേടുകളും കാണിക്കുമല്ലോ. കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോയത് പണത്തിന് വേണ്ടിയാണ്, കൊലപാതകങ്ങൾ ചെയ്യുന്നത് പണത്തിന് വേണ്ടിയാണ്. എങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, പണമല്ലടാ വലുത്, സൗന്ദര്യമല്ലടാ വലുത്, കുടുംബ മഹിമയല്ലടാ വലുത്. ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ? പണമുള്ളവനല്ല, അധികാരമുള്ളവനല്ല, കൊട്ടാരമുള്ളവനല്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയുവോ? അൽമർഅത്തു സ്വാലിഹാ, സ്വാലിഹത്തായ ഒരു ഭാര്യ ലഭിച്ചവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഉമർ തങ്ങളുടെ മകൻ പറയുകയാ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെയാണ് എനിക്ക് വേണ്ടത്, അവിടുന്ന് വിവാഹം കഴിച്ചടോ. ചെറുപ്പക്കാരാ, രണ്ടാം ഉമർ എന്ന് അറിയപ്പെടുന്ന ഒരു മഹാനുണ്ട്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ചരിത്രം വായിച്ചിട്ടുണ്ടോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആരായിരുന്നെന്ന് നിനക്കറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കുളിപ്പിക്കുമ്പോ, മയ്യത്ത് കുളിപ്പിക്കുന്നവർ നോക്കുമ്പോ ശരീരം മുഴുവനും അടയാളം കാണുകയാണ്, ശരീരം മുഴുവനും ചാട്ടവാറുകൾ കൊണ്ട് തല്ലിയ പാടുകൾ കാണുകയാണ്. എന്താണെന്നറിയില്ല. ജനാസ കുളിപ്പിക്കുമ്പോ കാണുന്നത് പറയാ പാടില്ലല്ലോ. ഒരാളും മിണ്ടിയില്ല. ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമാ. പടച്ചവനെ, അവിടുത്തെ ജനാസ കബറടക്കി ദിവസങ്ങൾ കഴിഞ്ഞു. കൂട്ടുകാര് മുഴുവനും ഒരു രാത്രിയിൽ സ്വപ്നം കാണുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കബറിനകത്തിരുന്ന് ചിരിക്കുകയാ, കബറിനകത്തിരുന്ന് ചിരിക്കുകയാ. എല്ലാവരും ഒരുപോലെ സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ വന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇന്നലെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ ഞാൻ കണ്ടു. മറ്റൊരാൾ പറഞ്ഞു ഞാൻ കണ്ടു. അങ്ങനെ 7ഓളം വരുന്നവർ പറഞ്ഞു ഞങ്ങളും കണ്ടു. എല്ലാവരും ഒരുപോലെ സ്വപ്നം കണ്ടപ്പോ തന്റെ കൂട്ടുകാരനെ കുറിച്ചും അറിയണമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസയിൽ നിന്ന് സുഗന്ധം വന്നല്ലോ. എന്തേ കാരണമെന്നറിയാൻ വീട്ടിലേക്ക് ചെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല.
എന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ കണ്ടിട്ടുണ്ട്. ആളാരാണെന്നറിയുമോ? എന്റെ ഭർത്താവ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഭാര്യയാടോ നമുക്ക് സ്ഥാനം തരേണ്ടത്. ലോകത്തെ ഏറ്റവും വലിയ സ്ഥാനം ഭാര്യ തരുന്ന സ്ഥാനമാ. നിന്റെ ഭാര്യ പറയണം നീ അല്ലാഹുവിനെ പേടിയുള്ളവനാണെന്ന്. നിന്റെ ഭർത്താവ് പറയണം പെങ്ങളെ നീ അല്ലാഹുവിനെ പേടിയുള്ളവളാണെന്ന്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചാട്ടവാറ് കൊണ്ട് രാത്രി റൂമിനകത്ത് കയറിയിട്ട് അടിക്കുകയാണ്. നീ അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ. ചാട്ടവാറ് കൊണ്ട് തല്ലുമായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മരിക്കാൻ കിടക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാര്യ അടുത്ത് വന്നു. ഉപദേശങ്ങൾ കൊടുത്തു, പൊരുത്തം ചോദിച്ചു, യാത്ര പറഞ്ഞു. എന്നിട്ട് പറയുന്നു റൂമിന്റെ വെളിയിൽ ഇറങ്ങി വാതിലടയ്ക്കാൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ ചോദിക്കുകയാണ്, അങ്ങയുടെ അവസാന സമയമാണല്ലോ, എനിക്ക് കിട്ടുന്ന അവസാനത്തെ ചാൻസ് ആണല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ? വേണ്ട പെണ്ണേ, നീ എന്റെ അടുക്കൽ നിൽക്കരുത്. അതാ അതിഥികൾ വരുന്നു, എന്നെ കൊണ്ടുപോകാൻ അതിഥികൾ വരുന്നു. നീ റൂമിന്റെ പുറത്തിറങ്ങി വാതിലടയ്ക്കാൻ പറഞ്ഞു. ഭാര്യ വീടിന്റെ പുറത്തിറങ്ങി വാതിലടച്ചു. സുബ്ഹാനല്ലാഹ്. ഭാര്യ നോക്കുമ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് സലാം അടക്കുകയാണ്. ആരോടാ? അല്ലാഹ്. തന്റെ ഭർത്താവ് സംസാരിക്കുന്നത് ആരോടാണ്? ഒളിഞ്ഞു നോക്കുകയാണ്, ഒന്നും കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശഹാദത്ത് കലിമ പറയുന്ന ശബ്ദം കേൾക്കുകയാണ്. പിന്നെ അനക്കമില്ല വാപ്പാ. ഭാര്യ വാതിൽ തുറന്നകത്തേക്ക് ചെല്ലുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിച്ചു കിടക്കുകയാ. ശരീരത്തു നിന്ന് വല്ലാത്ത സുഗന്ധമടിക്കുകയാണ്. ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്നറിയുവോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഏത് കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയുവോ? ഉമർ തങ്ങൾ പാതിരാത്രി ഇറങ്ങിപ്പോയപ്പോ ഉമ്മ മകളോട് പാലിൽ വെള്ളം കലർത്താൻ പറഞ്ഞപ്പോ ഉമ്മ അല്ലാഹുണ്ടെന്ന് പറഞ്ഞ പെണ്ണിന്റെ കുടുംബത്തിൽ ജനിച്ച മഹാനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു എന്ന ചരിത്രം പറയുമ്പോ എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. വാപ്പാ, നിന്റെ ഭാര്യ തെറ്റ് ചെയ്താ നീ തിരുത്തി കൊടുക്ക്. നീ പറഞ്ഞു കൊടുക്കണമല്ലോ, പക്ഷേ നീ തിരുത്താത്തവനാണ്. നിന്റെ ഭാര്യ ശരീരം മറക്കാതെ നടക്കുമ്പോ അല്ലാഹുവേ ഫർദയിട്ട് അതാ വഅദിന് വരുമ്പോ ഫർദയാണ്, കല്യാണത്തിന് പോകുമ്പോ ചുരിദാറും സാരിയുമാണ്. പടച്ചവനെ, ഇന്ന് അതാ പല സ്ഥലങ്ങളിലും മേള നടക്കുന്നല്ലോ, കാർണിവൽ വരാൻ പോകുകയാണ്. എന്റെ പെങ്ങന്മാര് നടക്കുകയാണ്. തലമറക്കാൻ മടിക്കുന്ന പെങ്ങള് ഈ മക്കാമിൽ കിടക്കുന്ന മഹാരഥന്റെ ശാപം വാങ്ങാനാണ് ഈ മക്കാമിന്റെ മുമ്പിൽ വന്നിട്ട് പരിസരത്തിരിക്കുന്ന പെങ്ങളെ തലമറക്കാൻ നിനക്ക് മടിയാ വാപ്പാ, തിരുത്തണേ വാപ്പാ. ഇന്ന് പെൺകുട്ടികളെ തലയിലെ തുണികിടുന്നത് വല്ലാത്ത മടിയാണ്. ഇന്ന് മുടി പുറത്തിട്ട് കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഫാഷനാണ് വാപ്പാ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. വീട് മുഴുവനും ശത്രുക്കൾ വളർന്നിരിക്കുകയാണ്. ഒരു ഭർത്താവ് ആരാകണമെന്ന് പഠിച്ചോ, ഉമർ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വളർന്നിരിക്കുകയാണ്. പടച്ചവനെ, വീടിന്റെ വാതിൽ തീയിട്ടു. എന്നിട്ട് കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ വീടിനകത്തേക്ക് പാഞ്ഞു കയറുകയാ. പടച്ചവനെ, ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ശത്രുക്കൾ വാളുകൊണ്ട് വെട്ടുമ്പോ ഭാര്യയായ നായില ബീവി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേക്കുകയാ. തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോ നായില ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചാടി എഴുന്നേക്കുമ്പോ ഉസ്മാൻ തങ്ങൾ വിളിക്കുന്നു, നായില
നായിലാ, ഇവരെന്നെ കൊല്ലുന്നതിൽ കാര്യമില്ല നായിലാ, എനിക്കിവരെയല്ല പേടി, എനിക്കിവരെയല്ല പേടി. നായിലാ ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന തുണിയൊന്നു മാറുകയാ. യതീമികളെ തിരിഞ്ഞു നോക്കാത്തവരുണ്ടല്ലോ. ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും നല്ല വീട് ഏതെന്നറിയുമോ? യതീം ചിരിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. യതീം ചിരിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട് ഏറ്റവും മനോഹരമായ വീടാണ്. ഈ നാട്ടിലെ ഏറ്റവും നശിച്ച വീടേതാ? യതീമിന്റെ കണ്ണ് നിറയുന്ന വീടാ, യതീം കരയുന്ന വീടാ. റബ്ബേ നീ കാക്കടേ അല്ലാ. പ്രിയരാം സ്നേഹിതരെ, എൻ കൂടെ പിറപ്പുകളെ, ഈ നാളിൽ ഞാനോദാം ഈദിനാശംസ. വീട്ടുകാർക്കും ഈദ് മുബാറക്, കൂട്ടുകാർക്കും ഈദ് മുബാറക്, സഹോദരങ്ങൾക്കും ഈദ് മുബാറക്. വീട്ടുകാർക്കും ഈദ് മുബാറക്, കൂട്ടുകാർക്കും ഈദ് മുബാറക്, സഹോദരങ്ങൾക്കും ഈദ് മുബാറക്. അറഫ നോമ്പ് പിടിച്ചിട്ട് നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന കയ്യാണ് റബ്ബേ. ആട്ടി ഓടിക്കല്ലേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഈ മജ്‌ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ചതുപോലെ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും നീ പുറത്തു തരണേ അല്ലാ. ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ, കുറ്റബോധമുണ്ട് റഹ്മാനെ, പശ്ചാത്താപമുണ്ട് റഹ്മാനെ. ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല തമ്പുരാനെ. അല്ലാഹുവേ, പെട്ടുപോയതാണ് റബ്ബേ, സാഹചര്യം ഞങ്ങളെ ചതിച്ചതാണ് റബ്ബേ, ശൈത്താൻ ഞങ്ങളെ പറ്റിച്ചതാണ് റബ്ബേ. പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. കരുണ കാണിക്കണേ അല്ലാ, കൈവിടല്ലേ അല്ലാ, ആട്ടി ഓടിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിലും പലരും മണ്ണിനടിയിലാണ് റബ്ബേ. അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ, അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല പടച്ചവനെ. അവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ നീ അവരെ വേദനിപ്പിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, നീ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. പ്രായമുള്ള മാതാപിതാക്കൾ വീടിൻ്റെ അകത്ത് കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ കരയുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അവരെ നീ നരകിപ്പിക്കല്ലേ അല്ലാ, അവരെ നീ നരകിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ പലരും രോഗികളാ അല്ലാ. ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ രോഗങ്ങൾ നിനക്കറിയാമല്ലോ പടച്ചവനെ. ഈ കാണുന്നതൊന്നുമല്ല റഹ്മാനെ, പറയാൻ കഴിയാത്ത ഒരുപാട് രോഗമുള്ളവരുണ്ട് തമ്പുരാനെ. നീ ഷാഫിയല്ലേ അല്ലാ, നീ ഷാഫിയല്ലേ അല്ലാ. കരുണ കാണിക്കണേ റബ്ബേ, ശിഫ നൽകണേ റബ്ബേ. ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, കിഡ്നി തകർക്കല്ലേ അല്ലാ, ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ തരല്ലേ അല്ലാ, ശരീരം തളർത്തല്ലേ അല്ലാ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഒരായുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. മറ്റുള്ളവർക്ക് ഞങ്ങളെ നീ ഒരു ബാധ്യതയാക്കല്ലേ പടച്ചവരെ. 2 പെരുന്നാളുകൾ, ഏത് പെരുന്നാളിനാ ഭക്ഷണം കഴിച്ചിട്ട് പള്ളി വരേണ്ടത്? വലിയ പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെ വരണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ നാളെ എങ്ങനെ വരുന്നേ? കഴിച്ചിട്ട് വരും, കാരണം വലിയ പട്ടിണിയായി പോയില്ലേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് പിടിച്ച് 30 ദിവസം നോമ്പ് പിടിച്ചിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വരണം.
വലിയ പെരുന്നാളിന് നേരെ തിരിച്ച നിസ്കരിച്ചിട്ട് പോയി ഭക്ഷണം കഴിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഹദീസ് വിശദീകരിക്കുന്നില്ല. 5 എൻ്റെ പ്രിയപ്പെട്ടവരെ തക്ബീർ ചൊല്ലണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാവരും പെരുന്നാൾ ദിവസം തക്ബീറുകൾ അധികമായി പറയണം. ഒരുപാട് പ്രതിഫലമുള്ള കാര്യമാണ് തക്ബീർ. അത് കേൾക്കുന്ന സർവ്വചരാചരങ്ങളും നിനക്ക് വേണ്ടി ദുആ ചെയ്യും. അതുകൊണ്ടാണ് തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ പറയണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവിടെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടൊരു 10 തക്ബീർ മൈക്കിയിട്ട് പറയണം കേട്ടോ. അങ്ങനുണ്ടല്ലോ അല്ലേ ഇൻഷാ അല്ലാഹ്. മുസമ്മിന് അവിടെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പുറത്ത് മൈക്ക് കൊടുക്കണം. കാരണം എല്ലാവരും അറിയട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ വരുമ്പോൾ പ്രവാചകൻ അവിടെ 6ാമതായി പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങൾ നടന്നു പോകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോകണം. കാരണം നിങ്ങളുടെ ഓരോ ചുവട്ടടിക്കും വല്ലാത്ത പ്രതിഫലമാണ്. ഓരോ ചുവട്ടടിക്കും അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയാണ്. നിങ്ങളുടെ പദവികൾ അള്ളാഹു ഉയർത്തുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ അതാ പണ്ടുള്ളവർ പറയും, ഒരേ വഴിയിൽ വന്ന് ഒരേ വഴിയിൽ തിരിച്ചു പോകരുത്, പടച്ചവനെ പ്രതിഫലം കൂടുതൽ കിട്ടാൻ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പെരുന്നാൾ നമസ്കരിക്കാൻ പോകുമ്പോ നിങ്ങൾ നടന്നു പോകണേ. നിങ്ങളുടെ കാൽ ചുവടിന് അല്ലാഹു പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഏറ്റവും നല്ല വസ്ത്രങ്ങളായിരുന്നു പെരുന്നാൾ ദിനത്തിൽ ധരിച്ചിരുന്നത്. സഹീഹുൽ ബുഖാരി 2 പെരുന്നാളിനും അലങ്കാര വസ്ത്രം ധരിക്കൽ എന്നൊരു അധ്യായം തന്നെ, പുതിയ വസ്ത്രം ധരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ മാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം ഇബ്നു ഖയ്യിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വെള്ള വസ്ത്രം ധരിക്കൽ ഇസ്ലാമിൽ പൊതുവായി വെള്ള വസ്ത്രം ധരിക്കണമെന്നല്ലേ, എല്ലാവരും വെള്ള വസ്ത്രം ധരിക്കുക. എന്നാൽ പെരുന്നാൾ ദിവസങ്ങളിൽ മറ്റുള്ള അലങ്കാര വസ്ത്രങ്ങൾ ധരിക്കണമെന്നും പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വെള്ള തന്നെ, ഒന്ന് മാറ്റി പിടിക്കണമെന്നൊക്കെ. ഇതിലാകട്ടെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പുതിയ വസ്ത്രമൊക്കെ ധരിക്കുക, അത്ര തന്നെ. പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുളിച്ചു. വലിയ പെരുന്നാളിന് പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ് സുന്നത്താണ് കുളിക്കല്. അത് കഴിഞ്ഞാൽ പുതുവസ്ത്രം ധരിക്കണമല്ലോ. അതാ വസ്ത്രം ധരിക്കുന്ന സമയത്ത് പറയണം, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസ്വതൈൻ അസ്അലുക മിൻ ഖൈരി വ ഖൈരി മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരി വ ശർരി മാ സുനിഅ ലഹു എന്ന് നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ദുആ ചെയ്യണം. 3ാമതായി പറയുകയാണ്, പെരുന്നാൾ ദിനം ഈദ് നമസ്കരിക്കുന്നതിനായി പുറപ്പെടുമ്പോ നീ സുഗന്ധം പൂശണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സുഗന്ധം തേച്ചവനായി രീതിയിൽ അത്തര തേച്ചിട്ട് വേണം നീ പള്ളിയിലേക്ക് വരാൻ. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ അറിവുള്ളവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, എല്ലാ പെരുന്നാളിനും അലങ്കാരവും സുഗന്ധവും അവർ സുന്നത്തായി ചെയ്തിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ പുതിയ വസ്ത്രം ധരിച്ച്, നിങ്ങൾ സുഗന്ധം തേച്ച്, നിങ്ങൾ കുളിച്ചിട്ട് പള്ളിയിലേക്ക് വരണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബലിമൃഗത്തെ അറുക്കാനുള്ള കത്തി പോലും നേരത്തെ മുറിച്ചു കൂട്ടി വെക്കാനാ പറഞ്ഞത്. കാരണം എന്തേ? അത്രയും താമസിപ്പിക്കരുത്. ആ മൃഗത്തിനോട് കാണിക്കേണ്ട കരുണ അത് നിങ്ങൾ കാണാതെ നിങ്ങൾ നേരത്തെ കത്തി മൂർച്ച കൂട്ടി വെക്കണം. എന്തിന്? പെട്ടെന്ന് അറുക്കാൻ. ഓരോ മനുഷ്യന്മാര് ഒന്നിൻ്റെ മുന്നിലിട്ടാൽ മറ്റൊന്നിനെ അറക്കണത്. അള്ളാഹു കാക്കുമാറാകട്ടെ. 10-25 ആകുമ്പോൾ എൻ്റെ പൊന്നാര ചങ്ങായി ഊപ്പാട് വരും അള്ളാഹുടെ മുന്നിൽ പറഞ്ഞിട്ട്. മൃഗങ്ങൾ കൂടിക്കഴിയുമ്പോൾ എങ്ങനെങ്കിലും ഒന്ന് തീർത്താൽ മതി. എളുപ്പം വീട്ടിൽ പോകണം. പെരുന്നാൾ ആഘോഷിക്കാൻ പെണ്ണുമ്പിള്ളയായിട്ട് പോകണ്ടതല്ലേ? സെക്രട്ടറി ആയിപ്പോയി, പ്രസിഡന്റ് ആയിപ്പോയി, എന്ത് ചെയ്യാനാ? ഇന്നല്ലേ പറ്റൂ. വേണം ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി, ഇല്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങും. അങ്ങനെ വിളിച്ചില്ലല്ലോ ആരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം. ഒന്നിൻ്റെ മുന്നിലിട്ട് മറ്റൊന്നിനെ അറുക്കുക. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്. ഞാൻ എവിടെയോ ഒരു ചരിത്രം വായിച്ചു. അതിൻ്റെ ഗൗരവം നമുക്കറിയാഞ്ഞിട്ടാ. എത്രയോ ഹദീസുകൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നോക്കുമ്പോൾ അറുക്കാനുള്ള കത്തി മൃഗത്തിൻ്റെ മുന്നിൽ വെച്ച് മൂർച്ച കൂട്ടുകണ്ടപ്പോൾ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ പിതാവാണ് യാക്കൂബ് നബി. തൻ്റെ മകനെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയി. തൻ്റെ മകനെ കാണാനില്ലാതെ കരഞ്ഞ് 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 കണ്ണിൻ്റെ കാഴ്ച ശക്തി പോലും നഷ്ടപ്പെട്ടു. അത്രയ്ക്കും കരഞ്ഞു. എന്തേ കാരണം? പല ചരിത്രങ്ങളും പറയുന്നുണ്ടെങ്കിലും സഹീഹാണോ എന്നറിയില്ലെങ്കിലും ഞാൻ വായിച്ച ഒരു ചരിത്രം പറയാം. ദാവൂദ് നബി, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരിക്കൽ ഒരു തള്ളയുടെ മുന്നിൽ വെച്ച് കുഞ്ഞിനെ അറുത്തു. മൃഗത്തെ തന്നെ അറുത്തത്, പക്ഷെ തള്ള കാണുന്ന രീതിയിൽ കുഞ്ഞിനെ അറുത്തു അത്രേ. അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ കുഞ്ഞിനെ അറുത്തു. അത് കണ്ട അമ്മ ആ മൃഗത്തിൻ്റെ മനസ്സിൽ, പശുവാകട്ടെ എന്തുമാകട്ടെ, അതിൻ്റെ മനസ്സിലുണ്ടായൊരു വേദന, കണ്ണിൻ്റെ മുന്നിലിട്ടുകൊണ്ട് കുഞ്ഞിനെ അറുക്കുന്നൊരു വേദന. ആ മൃഗം പോലും അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അർച്ചനെ, ഈ കുഞ്ഞ് നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എന്താണെന്ന് നീ ഒന്ന് അറിയിച്ചു കൊടുക്കണേ അല്ലാ. കുഞ്ഞ് നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എന്താണെന്ന് അറിയിച്ചു കൊടുക്കാൻ കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു മാറ്റിയിട്ട് കാണിച്ചു കൊടുത്തു അതിൻ്റെ വേദന. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ പള്ളി കമ്മിറ്റിക്കാർ പഠിക്കണം. ധൃതി കാണിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതിലൂടെ കിട്ടാൻ പോകുന്ന പണി അത്ര എളുപ്പമുള്ളതൊന്നുമല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ.